ഇത് നമ്മൾ ഈ കണ്ണിമാങ്ങ ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചിലർ കടുമാങ്ങ എന്ന് പറയും ഇതിന്, ചിലടത്ത് കണ്ണിമാങ്ങ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇത് നല്ല ചന്ദ്രക്കാരൻ മാങ്ങയാണ്. സാധാരണ ഇതിൽ ചന്ദ്രക്കാരൻ മാങ്ങ അല്ലെങ്കിൽ നാട്ടുമാവിൻ്റെ മാങ്ങ ഈ പാകത്തിലാണ് ഇത് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചിറം പോകാതെ, ചൊന എന്ന് പറയുന്ന സാധനം പോകാതെ തണ്ട് നീട്ടി ഒടിച്ച് കഴുകി ഒന്ന് വെള്ളം വലിയാനായിട്ട് വെച്ചിട്ട് അതിന് ശേഷം നമ്മളിത് ഉപ്പിൽ ഒന്ന് അടക്കും. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ മാങ്ങയുടെ ചിറം പോകാതെ തന്നെ ഇതിനിങ്ങനെ നീളത്തിൽ തണ്ട് ഒരു അല്പം നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഇതൊക്കെ നല്ല കറക്റ്റ് പാകത്തിനുള്ള മാങ്ങകളാണ്. മാർക്കറ്റിൽ നിന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ആളുകൾ ഇതൊന്നും അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ആരും ഇടുന്നവർ വളരെ കുറവായി. കാരണം മാങ്ങയെല്ലാം പറിച്ചു തരാനുള്ള ആളുകൾ കിട്ടാനില്ലാതായി. അതിനെല്ലാം അവരുടെ കൂലിച്ചെലവ് ഭയങ്കരമാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കമ്പനികളാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. സാധാരണക്കാരൊന്നും ഇത് ചെയ്യാതെ അപ്പോൾ ഇത് നമ്മൾ മാങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വെള്ളം വലിയാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തെടുത്തു. ഇനി ഇത് ഒന്ന് പതുക്കെ ഓരോ മാങ്ങ തുടച്ച് അതിൻ്റെ വെള്ളം കളയണം. പിന്നെ ഓരോ മാങ്ങ എടുത്ത് അതിൻ്റെ തുടച്ച് അതിൻ്റെ വെള്ളം കളയണം. അല്ലെങ്കിൽ അത് മാങ്ങ പൂത്തു പോകും. അങ്ങനെ വെള്ളം ഇരുന്ന മാങ്ങ പൂത്തു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ തുടച്ച് മാറ്റുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണിയാണ്. ആ ഭരണിയിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ഇത് അടക്കുന്നത്. അപ്പോൾ അടക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നു. ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് വിതറി കൊടുക്കും. പിന്നെ അടുത്ത ലെയർ ഇടുന്നു. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ അടക്കും. നമ്മളത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അത് അടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 ദിവസം ഇതിങ്ങനെ തന്നെ വയ്ക്കും. അപ്പോൾ ദിവസവും രാവിലെ എടുത്തിട്ട് ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കി കൊടുക്കും. അപ്പോൾ കുലുക്കി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇതിനകത്ത് ഈ മാങ്ങയിലുള്ള വെള്ളം മുഴുവൻ പുറത്തിറങ്ങി മാങ്ങ അതിന് വെള്ളം മാങ്ങയുടെ മുകളിൽ വരും. അപ്പോൾ മാങ്ങയെല്ലാം നല്ല ചുങ്ങി നല്ല കളറായിട്ട് നിൽക്കും. അപ്പോൾ ഇനി അടുത്ത 5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെടുത്ത് ഇതിന് ഇടണം. രണ്ട് സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് വേണം. അപ്പോൾ ആ മുളക് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് കടുകാണ്. കടുക് നമ്മൾ പൊടിച്ച് അതിൻ്റെ തോട് കളഞ്ഞ് നമ്മൾ. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ ഇടുന്നതിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഏതാണ്ട് ചുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞു, 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് അരിച്ചെടുക്കാനായിട്ട് മാങ്ങയും വെള്ളവും കൂടി ഒന്ന് മാറ്റുകയാണ്. ഇതിനകത്ത് നമ്മളൊരു 1.5 കിലോ മാങ്ങ ഉണ്ടായത്, അത് 250 ഗ്രാം ഉപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് ഇടാനായിട്ട്. 2 ദിവസം രാവിലെ നമ്മളതിന് ഒന്ന് കുലുക്കുമായിരുന്നു. അതിനകത്ത് നമ്മളൊട്ടും വെള്ളം വീണ്ടും ചേർക്കില്ല. ഇനിയിപ്പോൾ ഇത് ഇടാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് മുളക്, ഇത് കടുക്, കായം, അല്പം ഉലുവ. അപ്പോൾ ഇനി ഇതിനൊന്ന് ജസ്റ്റ് എല്ലാത്തിനും ഒന്ന് ചൂടാക്കണം. ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളത് കൊണ്ട് ഒരു ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് ആദ്യം ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ മുളക് നമ്മളൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അധികം ചൂടാക്കാനൊന്നുമില്ല. ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ ഉലുവയുടെ പൊടി, ചിലർ ഉലുവ ഇടില്ല, ചിലർ ഉലുവ ഇടും. ഞാൻ അല്പം ഉലുവ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അല്പം കായം അധികം ഇട്ടാൽ ഒരു ചെറിയ കൈപ്രസം വരും. അതുകൊണ്ട് ആവശ്യത്തിന് കായം ഇടുക. എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ നല്ലെണ്ണ, നല്ല എള്ളെണ്ണ ആണത്. നമ്മൾ ആട്ടിയ അവിടുത്തെ തന്നെ വാങ്ങുന്നതാണ്. നല്ല ക്വാളിറ്റി സാധനം വാങ്ങണം. വാങ്ങി അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യുക.
നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സായി. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഈ മാങ്ങ ഇതിനകത്തേക്ക്, ആ ചൂടുള്ള ഇതിനകത്തേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയത് പിടിപ്പിക്കുക. ഈ മുളക് ഇതിനകത്ത് എല്ലാം ഒന്ന് പിടിപ്പിക്കുക. ഞാനത് കുറച്ചുള്ളത് കൊണ്ട് മാത്രം ഈ ചെറിയ ചീനച്ചട്ടി എടുത്തതാണ്. നമ്മൾ നേരത്തെ ഊറ്റി വച്ചിരിക്കുന്ന വെള്ളം, ആ ഊറ്റി വച്ചിരിക്കുന്ന വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം ഈ കടുക് കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഏതാണ്ട് തയ്യാറായി. ഇനി നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കുപ്പിയുണ്ട്, ആ കുപ്പിയിലേക്ക് പിന്നെ പകർത്തണം. നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കുപ്പിയാണിത്. അപ്പോൾ ഇനി ഈ കുപ്പിയിലേക്ക് ഇവനെ പകർത്താം. അല്പം എണ്ണ ചട്ടിയിലൊഴിച്ചൊന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മളൊരു ഇല, ചിലർ തുണിയിടും, ചിലർ ഇല ഒന്ന് പതുക്കെ വാട്ടുക. വാട്ടിയ ഇലയുടെ രണ്ട് ഭാഗത്തും ഈ എണ്ണയൊന്ന് ആവാൻ അതിന് ചെയ്യുക.
ആ എണ്ണ ഇതിൻ്റെ അടപ്പിലും ഒരല്പം ഒഴിക്കണം. ഇത് പൂപ്പൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലയെ ഇതിൻ്റെ അകത്തേക്ക് അതൊക്കെ ആക്കി വയ്ക്കുക. എല്ലാ സൈഡിലും അടഞ്ഞിരിക്കാൻ പാകത്തിന്. ഇത് ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ മീതെ ഒരു തുണിയിട്ട് കെട്ടി ഇത് നല്ല വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുക. ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല കണ്ണിമാങ്ങ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.